കരക്ക് നോക്കി. അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ രസം നോക്ക്. എൻ്റെ പൊന്ന സീനിലെ ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സിവിക്ക് വർക്ക്ഷോപ്പിൽ കയറിയതിനു ശേഷം വ്ളോഗും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ വീഡിയോ നമ്മൾ സിവിക്ക് വർക്ക് എടുത്തിട്ടുണ്ട്. ഈ സിവിക്കിൽ നമുക്ക് വാൽവട്ടോടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു താറ് ഫുൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ബലേനോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വണ്ടികൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ വാൽവട്ടോണിക്കും ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയുള്ള വണ്ടികളുടെ വർക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വണ്ടി ഒന്ന് കാണിച്ചു തരാം. അതിന് ശേഷം വാൽവട്ടോണിക്ക് ഏതാണ്, എങ്ങനെയാണ് സെറ്റപ്പ് കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞുതരാം. സോ ഗായ്സ്, ഇതാണ് വണ്ടിയിൽ ആക്ച്വലി അല്ലറ ചില്ലറ മോഡ്സ് ഓൾറെഡി ഉണ്ട്. വണ്ടി കൊണ്ടുവന്ന് വരുമ്പോൾ ഇതിൽ ഓൾറെഡി സ്കേർട്ട്സ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ചുറ്റുപാട് സ്കേർട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് സൈഡ് അതുപോലെ ബാക്ക്. അതുപോലെ തന്നെ വീൽസ് ഉണ്ട്, മ്യൂഗൻ്റെ സ്പോയിലർ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചുറ്റുപുറമുള്ള വ്യൂ. മ്യൂഗൻ്റെ സ്പോയിലർ ഉണ്ട് വണ്ടിയിൽ. പിന്നെ ചെറിയൊരു എക്സോസ്റ്റ് നോട്ട് ഉണ്ട്, ചെറിയൊരു മൈൽഡ് സൗണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ട് മാറ്റിയിട്ട് വാലട്രോണിക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് വണ്ടി വന്നിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് ഐ ഡി കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കി നോക്കും. നമ്മുടെ ആ പുന്നമ്പറമ്പ് ആ ഭാഗത്തുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എക്സോസ്റ്റ് ഓൾറെഡി നമുക്ക് വന്നിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടോ, റീമസിൻ്റെ സിംഗിൾ ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മുടെ താറിൻ്റെ സ്പേസേഴ്സാണ്, പ്രോമേൻ്റെ. താറിൻ്റെ വർക്ക് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഞാൻ ജസ്റ്റ് വാലട്രോണിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സി, ഇതാണ് വാലട്രോണിക്ക്. ആണോ, റീമസിൻ്റെ സിംഗിൾ ടിപ്പാണ് നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ അതിൻ്റെ ഫുൾ സെറ്റപ്പും കാര്യങ്ങളും ഈ ഒരു ബോക്സിലുണ്ട്. രണ്ട് റിമോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു എക്സോസ്റ്റ് ഈ വണ്ടിയിൽ ഫിക്സ് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് നമ്മുടെ പാച്ച് വർക്ക് ഷോപ്പിൽ പോയിട്ട് നമുക്ക് എക്സോസ്റ്റ് ഫിക്സ് ചെയ്യാം. ഗായ്സ്, ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. ഇവിടെ നമ്മുടെ സ്റ്റിയറിംഗ് വീല്, മറ്റേ സ്റ്റിയറിംഗ് കവറെല്ലാം അടിച്ച് ഇവിടെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ സ്പോക്കിൻ്റെ മുകളിൽ. പിന്നെ അതുപോലെ തന്നെ ഗിയർ നോബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 9 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു മീറ്റർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് സൗണ്ട് ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ച് തരാം. വിചാരിച്ച പോലെ കേട്ടോ, വണ്ടിക്ക് സൗണ്ട് ഉണ്ട്. ഞാൻ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എടുത്തപ്പോൾ വിചാരിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് സൗണ്ട് ഇല്ല എന്നാണ് വിചാരിച്ച്. പക്ഷെ കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് നമ്മുടെ പാച്ച് വർക്ക് ഷോപ്പിൽ പോയിട്ട് നമ്മുടെ എക്സോസ്റ്റ് ഫിക്സ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം. പോയോണ്ടിരിക്കുകയാണ്. ഇതൊരു മഴ ദിവസമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. ഇന്നലെ മുതൽ മഴ പെയ്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ മഴ ഓൾമോസ്റ്റ് ഒന്ന് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സിവിക്ക് വർക്കെല്ലാം കഴിഞ്ഞ് എടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ലീക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എ സിയുടെ വർക്കും കഴിഞ്ഞ് എടുക്കുന്നുണ്ട്. എ സി ക്ലിയർ ആക്കി, നമ്മളെ ഫാന് മേടിച്ച് അത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അല്ലറ ചില്ലറ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെക്കാനിക്കലി. അത് മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എടുക്കുന്നുണ്ട്. എടുക്കാൻ പോകാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് പോകാത്തത്. എന്തായാലും നമുക്ക് ഈ വർക്കും കാര്യങ്ങളും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ 3 വണ്ടിയും കൊടുക്കാനുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ ഈ വണ്ടി ഇന്ന് കൊടുക്കാനുണ്ട്. അതുപോലെ ബലേനോ ഇന്ന് കൊടുക്കാനുണ്ട്. പിന്നെ കൊടുക്കാനുള്ളത് താറ് നാളെ കൊടുക്കണം. അതിന് ടയറും കാര്യങ്ങളും ഓർഡർ ചെയ്തിട്ട് വരാനുണ്ട്. നാളെ എത്തുള്ളൂ. അപ്പോൾ നാളെ ടയർ മാറ്റിയിട്ട് നാളെ കൊടുക്കണം. പിന്നെ വേറെ സിവിക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓരോന്ന് വരാനുണ്ട്. ഒരു ഫോർച്യൂണർ വരാനുണ്ട്, ഒരു സിയാസ് വരാനുണ്ട്. അങ്ങനെ ഓരോ വണ്ടികൾ ഇങ്ങനെ വർക്കിനായിട്ട് ഇങ്ങനെ വരാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ തിരക്കും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എടുക്കാന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഫോർച്യൂണർ മിക്കവാറും ഇന്ന് രാത്രി വരും. വണ്ടി ഓടിക്കാനൊക്കെ സ്മൂത്താണ് കേട്ടോ. വണ്ടി പക്കയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ റോഡാണ് പ്രശ്നം. അതാണ് ഏറ്റവും വലിയ വിഷയം. അതുപോലെ ഈ മീറ്ററിൽ ഒരുപാട് പാറ്റേണുകൾ വരുന്നുണ്ട്. ഈ മീറ്ററിൽ കണ്ടോ, നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ മാറി മാറി വരുന്നുണ്ടോ. 6 7 ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഏതാ ഇഷ്ടമുള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് എക്സോസ്റ്റ് അടിക്കാൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 1 മണിക്കൂറിൻ്റെ പരിപാടിയുള്ളൂ. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സോസ്റ്റ് അടിച്ചിട്ട് ഇറക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വയറിങ് വലിക്കാനുണ്ട്. വയറിങ് വലിച്ചിട്ട് കണക്ഷൻ കൊടുക്കാനുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഒപ്പം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വണ്ടികൾ ഞാൻ കാണിച്ചു തരാം. താറും ബലേനയും ഞാൻ കാണിച്ചു തരാം. ബലേനോ കുറച്ച് ഡീക്രോമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാർട്സ് അയച്ചിട്ട് ഡീക്രോം ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയേക്കാണ്.
പിന്നെ ഓൾറെഡി ക്രോം പാർട്സ് വരുന്നുണ്ട്, പുതിയ വണ്ടിയാണ്, ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ വണ്ടിയാണ്. പിന്നെ അതിന് നമ്മൾ സ്പോയിലർ ചെയ്യുന്നുണ്ട്, പിന്നെ ബാറ്റ്മാൻ സ്റ്റൈല് മിറർ ക്യാപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് പണിയുണ്ട് അതിൻ്റെ മുകളിൽ. കൂളിംഗ് ഉണ്ട്, കൂളിംഗ് ഫിലിം ഉണ്ട് ഡാർക്ക്. അങ്ങനെ കുറച്ച് ചെറിയ ചില്ലറ വർക്കുകളുണ്ട്. പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പണിയെടുത്ത് വരാനുണ്ട്. ഇനി അടുത്ത ബഡ്ജറ്റിൽ വീല് മാറണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ. അതുപോലെ തന്നെ സ്കേർട്ട്സ് ഇടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ പ്ലാനുകളുണ്ട്. അത് വഴി ഓരോന്നായിട്ട് ചെയ്യണം ബലേനോ. പിന്നെ താറ് ഫുൾ വർക്കാണ് കേട്ടോ. താറ് നമ്മൾ A to Z നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഹെഡ് ലൈറ്റ്, ഫോഗ് ലൈറ്റ്, ടൈൽ ലൈറ്റ്, റിഫ്ലക്ടർ, അതുപോലെ തന്നെ പെയിൻറ്റിങ് വർക്ക് ഉണ്ട്, കസ്റ്റം വർക്ക് ഉണ്ട്, കസ്റ്റം ബാക്ക് സ്കിറ്റ് പ്ലേറ്റ് ചെയ്യുന്നുണ്ട് അതിന്. അതുപോലെ കസ്റ്റം ഗ്രില്ലിൻ്റെ ഔട്ടർ നമ്മൾ പണിതെടുത്തിട്ടുണ്ട്. പിന്നെ ടയേഴ്സ് മാറുന്നുണ്ട്, സ്പേസേഴ്സ് ഇടുന്നുണ്ട്. പിന്നെ കാലിപ്പേഴ്സ് മൊത്തം നമ്മൾ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ പില്ലർ സ്പീക്കർ ചെയ്തിട്ടുണ്ട്, അതിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ആ വണ്ടിയിൽ, താറിൽ കേട്ടോ. പിന്നെ AC വെൻസ്, ആംബിയൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗായ്സ് നമ്മുടെ സിവിക്കിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്, ചെയ്തുകൊണ്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിതിലുണ്ടായിരുന്ന സൈലൻസർ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈലൻസർ ആയിരുന്നു ഈ ഒരു വണ്ടി ആർന്നത് കണ്ടോ. ഈ ഒരു എൻഡിക്കാനായിരുന്നു ഇതിലുണ്ടായിരുന്നത്. SS ഒരു ബെൻഡ് വേണ്ട, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബെൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ വാലോട്രോണിക് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വാലോട്രോണിക്കിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കേറ്റലാണ് നമ്മുടെ അടുത്ത പരിപാടി. ഗായ്സ് ഫൈനലി നമ്മുടെ എക്സോസ്റ്റിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ലൗഡായിട്ടുണ്ട് കേട്ടോ. മറ്റേത് ഭയങ്കര ഒരു മൈൽഡ് സൗണ്ടായിരുന്നു, കുറച്ച് ലൗഡായിട്ട്. ചെറിയൊരു പൊട്ട് വരുന്നുണ്ട് കേട്ടോ. ഡൗൺ ചെയ്യുമ്പോഴൊക്കെ ചെറിയൊരു പൊട്ട് വരുന്നുണ്ട്. ഓഫ് ചെയ്തിട്ട് ഞാൻ കാണിച്ചതാ കേട്ടോ. ഓഫായി, സൈലൻറ്റ്. ഓണാക്കി കഴിഞ്ഞാൽ എവിടെയായി. ഞാൻ വീട്ടിലെത്തിയിട്ട് വണ്ടി നിർത്തിയിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. ഫൈനലി ഗായ്സ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടിയിലുള്ള സൗണ്ട് കേൾപ്പിക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി. അത് കഴിഞ്ഞിട്ട് ഈ വണ്ടർ കസ്റ്റമർ വരുന്നുണ്ട്, സോ അവർക്ക് വണ്ടി കൊടുക്കാനുണ്ട്. ഇതാണ് നമ്മൾ ഓഫ് ചെയ്തിട്ടുള്ള സൗണ്ട്. ഇതാണ് അതിൻ്റെ റിമോട്ട് കേട്ടോ. ഇനി നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ടിലേക്ക് ആയിട്ടുണ്ട് വണ്ടി. മറ്റേന്ന് പറയുമ്പോൾ പഴയ സൗണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കാം സൗണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര ലൗഡായി സൗണ്ട്. ഒന്നൊരാളെടുത്ത ഓഫാക്കി കഴിഞ്ഞാൽ പക്ക സ്റ്റോക്ക് സൗണ്ടാണ്. ഫുള്ള് ത്രോട്ടിൽ ചവിട്ടുമ്പോൾ അപ്പോൾ ഈ ഒരു സൗണ്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഈ വണ്ടിയിലെ ഹെഡ്റും അതുപോലെ ഫുൾ സിസ്റ്റം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൗണ്ടിനെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാൻ പറ്റും. ഈ വാലോട്രോണിക് ഉണ്ടെങ്കിൽ കൂടി സ്മൂത്ത് സൗണ്ട് ആവും. ഇതിന്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം. ഗായ്സ് നമ്മൾ അങ്ങനെ സിവിക്ക് ഡെലിവറി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബലേനോ വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ എടുക്കുന്നുണ്ടായിരുന്നു. അത് പോയി എടുത്തപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ബലേനോ കാണിച്ചാൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ബലേനോ. ഇത് ആക്ച്വലി പുതിയൊരു വണ്ടിയാണ്. ഏകദേശം 100-300 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഷോറൂമിൽ ഇറക്കിയിട്ടുള്ളൂ. ഇറക്കിയ പാടനെ നമ്മൾ വണ്ടിയിൽ ഫുള്ള് ക്രോം പോർഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗ്രില്ലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പീസ് എല്ലാം ക്രോമായിരുന്നു. അതുപോലെ സുസുക്കിയുടെ എംബ്ലം വരുന്നത് ക്രോമായിരുന്നു. പിന്നെ അതുപോലെ ഈ ഫോഗിൻ്റെ ഇവിടെ വരുന്നത് ക്രോമായിരുന്നു. അതെല്ലാം നമ്മൾ ഡീക്രോം ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ നമ്മൾ ഫുൾ കൂളിംഗ് ഫിലിം ചെയ്തിട്ടുണ്ട്.
ഫ്രണ്ടും സൈഡും ബാക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് കൂളിംഗ് ചെയ്തുകൊണ്ടാണ് വണ്ടിക്ക് ഈ ഒരു വൃത്തി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് കൂളിങ്ങിൽ ആ ഡാർക്കായിട്ട് എടുക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ ഈ മിറർ ക്യാപ്പ്, ബാറ്റ്മാൻ്റെ മിറർ ക്യാപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പോർഷൻ കണ്ട, ഇത് ക്രോം പീസായിരുന്നു നമ്മുടെ ഡോറിൻ്റെ താഴെ വരുന്നത്. അത് നമ്മൾ ഡീക്രോം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഡാർക്ക് കൂളിംഗ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പോയിലർ നമ്മളിപ്പോൾ ചെയ്തെടുത്തതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ആൻറ്റിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പീസ് വരുന്നതും ക്രോമായിരുന്നു, അതും നമ്മൾ ഡീക്രോം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും വർക്ക്സാണ് ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വർക്ക് വഴിയേ വരുന്നുണ്ട്. ഇതിനി വീൽസ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്, പിന്നെ സ്കേർട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അതൊക്കെ ഇനി അടുത്തൊരു ബഡ്ജറ്റിൽ ചെയ്യാമെന്നാണ് കസ്റ്റമർ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ ബലേനോ ഡെലിവറി കൊടുത്ത് തിരിച്ചെത്തി. ഇനി നമുക്ക് ബാക്കിയുള്ള വണ്ടികളുടെ അപ്ഡേറ്റ് എന്താണെന്ന് പോയി നോക്കാനുണ്ട്. താറ് ഞാൻ കാണിക്കുന്നില്ല, താറ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ അർജുൻ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അർജുൻ അവൻ്റെ ബലേനയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ബലേന എത്ര നോക്കൂ, എൻ്റെ പൊന്ന സീനിലെ. ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു വൈറ്റ് വണ്ടി നമ്മൾ ചെയ്ത് കൊടുത്തത്. വീല് മാത്രമില്ല എന്നുള്ളൂ. പിന്നെ ഇതിൽ ഓവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എക്സോസ്റ്റ് ഉണ്ട്. അതിൽ എക്സോസ്റ്റ് ഇല്ല. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ഇതിലും ഫുള്ള് ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാറ്റ്മാൻ മിറർ ക്യാപ്പ്, സ്പോയിലർ കാര്യങ്ങളെല്ലാം ഇതിലും ചെയ്തിട്ടുണ്ട്. അതുപോലെ സൈഡിലൊരു ലിപ്പുണ്ട്, ഇതൊന്നും ഉണ്ടാകുന്നില്ല. ബാക്കിയുള്ള അതുപോലെ തന്നെ. പിന്നെ ഇതിൻ്റെ സ്പോയിലർ വ്യത്യാസമുണ്ട്. വേറൊരു ടൈപ്പ് സ്പോയിലർ ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. അതെയാ ഗായ്സ്, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് ചെക്കൻ്റെ സിറ്റി എടുക്കുന്നുണ്ട്. അത് വർക്ക് ആവുന്നോണ്ടിരിക്കുന്നുണ്ട് അവിടെ. അതെന്തായി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സിറ്റി ഉണ്ട് കേട്ടോ, ബാങ്കറൊക്കെ ചെയ്തിട്ട്. താറിൻ്റെ അപ്ഡേറ്റ് നോക്കണം. താറ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താറ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് ആക്സറീസ് അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ ഇതിൽ ഞാൻ സൗണ്ട് ഉണ്ട്, എക്സോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പിള്ളേരാണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു സ്മൂത്ത് സൗണ്ട്. എൻഡ് ക്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. വേറെ ഫുൾ സിസ്റ്റോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും അത്യാവശ്യത്തിൽ സൗണ്ട് ഉണ്ട്. ഞാൻ കേൾപ്പിച്ചു തരാം. ഈ ഒരു സൗണ്ട് ഉണ്ട്, ഈ ഒരു മോഡ് ഉണ്ട്. വാലോട്രോണിക് ആണുള്ളത്. നമുക്ക് ഓഫ് ആക്കി കഴിഞ്ഞാൽ വണ്ടി പക്ക സൈലന്റ് ആവും. ഓഫായി വണ്ടി കാമയ്യണ്ട. കാല് കൊടുക്കുമ്പോൾ സൗണ്ട് ഇല്ല. എന്നിട്ട് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ കാല് കൊടുക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവണ്ട. ആൾക്കാരൊക്കെ നോക്കി. വണ്ടി അത്യാവശ്യത്തിന് ആൾക്കാർ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം വണ്ടി അത്രയും ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓവർ ചെയ്തിട്ട് ആ വീലൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ ആ ഷേപ്പ് തന്നെ പഴയ ബലേനോ വെച്ച് നോക്കുമ്പോൾ പുതിയ ഷേപ്പിൽ ഇറങ്ങിയത് നല്ല വൃത്തിയിലാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. പിന്നെ സ്പോയിലർ, ബാറ്റ്മാൻ്റെ മിറർ കവറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് വന്നപ്പോൾ കംപ്ലീറ്റ്ലി വണ്ടി ഭയങ്കര ലുക്കായി. പ്രത്യേകിച്ച് ലോവർ ചെയ്തപ്പോഴാണ് ഒരു വൃത്തി കിട്ടിയത് വീലിൻ്റെ കൂടെ. എക്സോസ്റ്റ് സൗണ്ടും കൂടി ആയപ്പോൾ ആൾക്കാർ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടാണ് വണ്ടി. ആഴ്ച നമ്മൾ സിറ്റിയുടെ അടുത്ത് പോയി. പക്ഷെ അവിടെ പോയി നോക്കുമ്പോൾ വണ്ടി വർക്കൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി ഉള്ളൂ. പക്ഷെ അവിടെ പോയപ്പോൾ വണ്ടിയൊക്കെ പൊടി പിടിച്ചെടുക്കട്ടാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് പേടാവും, അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. നാളെ ഒക്കെ ആയിട്ട് വണ്ടി ഇറങ്ങും, സിറ്റി ഇറങ്ങും. ഇറക്കാൻ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അത് എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. എൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സിറ്റിയുടെ അടുത്ത് പോയി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ താറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. താറിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടയർ മാറ്റാനും കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്യാനും മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ വണ്ടി കാണിക്കുന്നില്ല, ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ്. ഇതുപോലത്തെ എന്ത് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കാം. ഓൾ ടൈപ്സ് ഓഫ് മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ആക്സറീസ് ചെയ്യുന്നുണ്ട്, പെയിന്റിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ കസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്, കൺവേർഷൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും A to Z വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. പേജിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. BB ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്.